ഇൻട്രോ നീ പറയാം. ഹലോ ഗൈസ് ഒന്നിച്ച് പറയാം. ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ 3rd ഡേ ആണ്. 2nd ഡേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് മിസ്സായിപ്പോയി ഗൈസ്, അതിന്റെ വ്ളോഗില്ല. ഞങ്ങളപ്പം ഇന്നലെ ഒരു പുതിയ വഴി കണ്ടുപിടിച്ചു. അപ്പം ഞങ്ങൾ അതിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. മെയിൻ വണ്ടി അല്ലേ? അതെ. അവിടെ ചെല്ലുമ്പോൾ അറിയാം വഴി തെറ്റിയില്ലേ. ഒന്ന് വഴി തെറ്റിയാൽ അത് ഈ വീഡിയോ അഭിഷേക് കാണുന്നുണ്ടെങ്കിൽ അഭിഷേകിന്റെ തലയിലാണ് കുറ്റം. അതെ, ഞങ്ങളാണെങ്കിൽ ദിയയുടെ തലയിൽ വെക്കുക കുറ്റം. ഓ നോ, അഭിഷേകിനെ പഠിപ്പിച്ച വഴിയാണ് ഗൈസ്. അപ്പം നമുക്ക് നോക്കാം. അഭിഷേക് പഠിപ്പിച്ചാണ്, ഇവിടെ നേരെ പഠിച്ചു കാണത്തില്ല. അതിന്റെ കാരണം. അപ്പം ഞങ്ങൾ പോവാണ് ഗൈസ്. ഗൈസ് ഇതാണ് അപ്പം ഞങ്ങൾ പറഞ്ഞ പുതിയ വഴി. പുതിയ വഴി ഇതാണ്, കാണിച്ചു തരാം. അതെ, അമ്പലം കാണിക്കാം. ഒരു എസ്തറ്റിക് അമ്പലം. അതാണ്. അപ്പം ഞങ്ങൾ പോയി നോക്കട്ടെ ഈ വഴി. ഞാൻ പറഞ്ഞില്ല പ്രകൃതി രമണി എന്തെൻ്റെ അടുത്ത അമ്പലം. ഭയങ്കര രസമാണ് ഇവിടുത്തെ അമ്പലമൊക്കെ കാണാൻ. അതെ അതെ, ഭയങ്കര രസമൊക്കെ. കോട്ടയത്ത് നല്ലൊരു അമ്പലം ആണോ? എസ്തറ്റിക് അമ്പലം. അമ്പലത്തിലെ കുളം കാണിച്ചാൽ അത് ഇച്ചിരി വേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഈത്തുണ്ട്. വേണ്ടത് ഇച്ചിരി ഉണ്ട്. കാണിച്ചു തരാം. നമ്മളിത് മെയിൻ റോഡ് എത്തി, വഴി തെറ്റില്ല കേട്ടോ. വന്നു. ഇത് ഞാൻ ഇന്നലെ കണ്ടായിരുന്നു കുളം. കാണിച്ചു തരാം. കുളം ഇച്ചിരി കുളമായി കിടക്കുക. അതെ, കണ്ടോ കുളം കണ്ടോ ഗൈസ്? കുളത്തിനെ പറ്റി എന്താ പറയാനുള്ളത് കണ്ടിട്ട്? ഒരു കുളമാണ്. എന്താ കിംസ് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. കിംസിന്റെ എന്തോ സംഭവം അത്. കുളത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? പച്ച പിടിച്ച പ്ലാസ്റ്റിക് അതാ ഞാൻ പറയാം. കുളം ഭയങ്കര കുളമായിട്ട് കിടക്കുന്നു. അതെ, സത്യമായിട്ട് എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ? നല്ലൊരു കുളമുണ്ട്. അതെ, മീനൊക്കെ കാണും ഇതിനകത്ത്. അസോളയാ മൊത്തം. ഡിസൈൻ പോലെ അല്ലേ? അസോള. മെയിൻ റോഡ് എത്തി. ഇതിനകത്ത് വെള്ളം കാണൂടി, അത് എനിക്ക് ചെവി കുത്തി കേൾക്കും. ഗൈസ് കുളം കണ്ടോ? ഗൈസ് ഞങ്ങൾ ഞങ്ങളുടെ ടെക്നോ പാർക്കിലെത്തി. അപ്പം ഞങ്ങൾ ഇവിടെ എത്തി. നേരത്തെ ആയിപ്പോയി. ആ കുറുക്ക് വഴി ഇച്ചിരി നേരത്തെ ആയിപ്പോയി. ക്ഷീണിച്ചെന്ന് പറഞ്ഞ. അതെ, ആ ടാനടിച്ചെന്ന്. വെയില ഭയങ്കര ചൂട്. ഞങ്ങളിവിടെ റെസ്റ്റ് ചെയ്യുവാണ്. ഇനിയും കുറച്ച് കഴിയുമ്പം അവന്മാരൊക്കെ വരുമ്പം അവന്മാരിപ്പം വരുമെന്ന് പറഞ്ഞു. നോക്കിട്ടാ ഇന്നലെ ഇത് തന്നെ ഇപ്പൊ വരും. എന്നിട്ട് 10 മണിയായപ്പോ. അപ്പം അവന്മാരിപ്പം വരുമ്പം ഞങ്ങളെ കയറിയിട്ട് ബാക്കി നോക്കാം. എന്താണെങ്കിലും ക്ഷീണിച്ചു, അത് മാത്രമല്ല. ഞാൻ തെല്ലുമ്പോ എന്തൊക്കെ പണി കിട്ടും നമുക്ക് കാണാം. അയ്യോ, പണി തന്നെയാണ് ഇവിടെ. ഭയങ്കര ചൂടും തിരക്കും. മഴ പെയ്തോണ്ടോ? 2 പേര് വിശ്രമിക്കുന്നു. ആരുടെയോ സ്കൂട്ടറെ ബൈക്കും വെച്ച് വിശ്രമിക്കുന്നു. ആരുടെയാണ്? സ്കൂട്ടർ ആണോ? അപ്പൊ വേണ്ടാത്തായിരിക്കും. കാരണം ഇന്നലെ ആ സൈഡ് ഞാൻ നോട്ട് ചെയ്താണ് ആ സ്കൂട്ടറിന്റെ. അപ്പൊ ശരി, പിന്നെ വരാം. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ഞങ്ങൾ മീൻ വറുത്തതും ചോറും ക്യാബേജ് തോരനും കൂടെ കഴിക്കാണ്. അതെ, ഇന്നത്തെ മീൻ വറുത്തത് ആര്യ മിസ് യു. ആര്യ ഇന്നില്ല, ഹെൽത്ത് ഇഷ്യൂസ്. മീൻ വറുത്തത് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. മീൻ വറുത്തത് ഇത് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഹോം സ്റ്റേയുടെ ഡീറ്റെയിൽസ് ഒക്കെ തരാം. കുളം കഴിക്കും. തണുത്ത് പോയി. എങ്ങനെയുണ്ട്? റിവ്യൂ പറ. ഫുഡ് എങ്ങനെയുണ്ട്? നമുക്ക് ആൻറ്റി അപ്പോൾ ഇന്നലെ നല്ല വിശപ്പും ടേസ്റ്റും ഉണ്ട്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വിശപ്പും ടേസ്റ്റ് ഇത് പ്രസൻറ്റേഷൻ ഉണ്ടാക്കണം. പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാക്കട്ടെ. ഇന്ന് മൊത്തം പ്രസൻറ്റേഷൻ ഉണ്ടാക്കല്ലേ? പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ, പ്രസൻറ്റ് ചെയ്ത് നിന്നല്ല. അതുകൊണ്ട് നല്ല കാര്യം. പോയിട്ട് അപ്പം
ഒരു ഇച്ചിരി കളിയാക്കി കിട്ടിയാൽ കുഴപ്പമില്ല. എന്താ വെട്ടമില്ലാത്ത ലൈറ്റ് റെഡി ഇവിടുത്തെ. പക്ഷെ ഞാൻ അന്ന് എടുത്തപ്പോ ഉണ്ടായിരുന്നു. ഇവിടെന്താ പരിപാടി? ഒന്നുമില്ല, ഇവിടെ എന്താ നോക്കുമായിരുന്നു ഞങ്ങള്. അത് സാരില്ല, ഫുൾ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ നമ്മൾ ആരും കാണിക്കില്ല. ഭയങ്കര കോൺഫിഡൻസ്. അതെ, അപ്പൊ ഇങ്ങനെ നമുക്ക് നീ ആദ്യം പ്രസന്റ് ചെയ്യും. അതൊക്കെ കേട്ട് ഞങ്ങൾ ഇൻസ്പയർ ആയിട്ട് ഇവിടെ ഇരിക്കും. ഞാനില്ല ചെമ്പൻ ചേച്ചി പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കേൾക്കാൻ നിർബന്ധമില്ല. ആരും മൈൻഡ് ചെയ്യില്ല. പത്തോട്ടിപ്പോ ഗൈസ് ഞങ്ങള് ടെക്നോപാർക്കിലെ തൊട്ട് ഇന്ന് ലിഫ്റ്റിൽ ആരില്ലെങ്കിൽ നമുക്ക് വ്ലോഗ് എടുക്കാം ഗൈസ്. ലിഫ്റ്റ് ഇപ്പൊ വരുമോ? അതെ, രണ്ടായി ലിഫ്റ്റ് വരുന്നത് നമുക്ക് ഇങ്ങനെ ഒന്ന് കാണാം. ആരെങ്കിലും ഉണ്ടോ? രണ്ട് മൂന്ന് നാല് അഞ്ചിനൊക്കെ നമ്മൾ സീറോ വ്ലോഗിൽ അമൃതയുടെ വിളയാട്ടങ്ങൾ കാണും. ലിഫ്റ്റിൽ എല്ലാ സ്വിച്ചും അമർത്തിയിരിക്കുന്നു. നമുക്ക് എല്ലായിടത്തും ഒന്ന് കാണാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ 4th ഡേ ആണ്. പക്ഷേ നിങ്ങൾ റെഡി ആവാൻ ലേറ്റ് ആയിപ്പോയി. ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 9:30 സാധാരണ ഞങ്ങൾ 9:30 ചെല്ലുന്നതാണ്. ഓടിയിട്ട് വരാം. പറ്റുമെന്നിടത്തിൽ വീഡിയോ എടുക്കാൻ ഓടട്ടെ. എന്താണ് നിന്റെ ഐശ്വര്യമായിരുന്നു. ഇവനെ കണ്ടിട്ട് പൊട്ടനായിട്ട് തോന്നുന്നുണ്ട് ഗൈസ്. എല്ലാവരും പാവമാണ്. ഇവനെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ട നിഷ്കളങ്കായ മുഖം കണ്ടോ? ഒരു മിനിറ്റ് ഗൈസ്. ഞങ്ങളുടെ 4th ഡേ കഴിഞ്ഞു. നമുക്ക് ലുലുവിൽ പോവാം ഗൈസ്. അല്ലേ ലുലുവിൽ പോകത്തില്ലേ? പോവാം. ലുലുവിൽ പോവാം ഗൈസ്. ലുലുവിൽ പോകാം ഗൈസ്. ലുലുവിൽ പോകാം ഗൈസ്. പിന്നെ എങ്ങനെയാണ് ലുലുവിൽ പോകാൻ ഗൈസ് എന്ന് പറഞ്ഞത്? ഇവന് പറഞ്ഞത് എങ്ങനെയാണ്? ഒന്നുകൂടെ പറ. പോയിട്ട് വരാം. ഇന്റേൺഷിപ്പിന് എന്തെങ്കിലും പഠിച്ചോ? നല്ലതായിരുന്നു. ഇന്നത്തെ നല്ലതായിരുന്നു. ഞങ്ങളൊരു ടെക്കികളായി മാറി ഞങ്ങൾ അറിയാണ്ട്. ഓ എൻ്റെ ടെക്കി എല്ലാം ചെയ്തു. എല്ലാം ഒറ്റയ്ക്ക് ചെയ്തു. ഗൈസ് ഞങ്ങൾ അങ്ങനെ ഓഫീസിൽ നിന്ന് ലേറ്റ് ആയിട്ടാണ് വന്നത്. അതെ, എന്നിട്ട് ഞങ്ങൾ അപ്പളേ ഇറങ്ങി. എന്തിനാ? ആര്യമുള്ള ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ ഞങ്ങള് സെലിബ്രേറ്റ് ചെയ്തു. ഞങ്ങൾ ഓഫീസിൽ സെലിബ്രേറ്റ് ചെയ്തു. ലുലുവിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു. അതെ, അതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇടുന്നതാണ്. അതെ, കിട്ടുന്നതാണ്. ഗൈസ് ഞങ്ങളുടെ ക്യാമറയ്ക്ക് എന്താ പറ്റി? ഒരു ബ്ലർ പോലും ഉണ്ടല്ലേ. മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഇവിടെ ഭയങ്കര മഴയാണ്. തിരുവനന്തപുരത്ത് ഞങ്ങൾ വന്നാൽ പിന്നെ ആദ്യമായിട്ട് ഇന്നത്തെ ദിവസം മഴ പെയ്യുന്നത്. അതെ, ഭയങ്കര മഴ. ഇത് കണ്ട് ഇവിടെ ഫുൾ ഓടയാണ്. അതെ, ഞങ്ങൾക്ക് അവിടെ ഒരു ഓട കണ്ടിട്ടുണ്ട്. വലിയ ഇന്നലെ ശകലം വെള്ളമുള്ള ഇന്നിപ്പോ അതെ, ഒറ്റ ദിവസം കൊണ്ടാണ് വെള്ളം മുങ്ങുന്നത്. അത് കാരണം ഞങ്ങൾക്ക് ഷൂസ് പോലും ഇടാൻ പറ്റുന്നില്ല. എന്തോ അപ്പൊ ഞങ്ങള് ബസ് കയറാൻ വേണ്ടി ഇത്ര നടക്കാണ് ഗൈസ്. നടന്ന് വയ്യ, ക്ഷീണിച്ചു. അതെ, ബാക്കിയൊന്നും പറയാനില്ല. അവിടെ ചെല്ലട്ടെ. അതെ, ബാക്കിയൊന്നും അതെ, അവന്മാര് വീടിരിക്കാൻ സമയം തോന്നില്ല. എന്നാലും നോക്കട്ടെ. അതെ, നമുക്ക് ലുലുവിൽ ചെന്നിട്ട് ബാക്കി. അതെ, ഞങ്ങളുടെ ഫ്രണ്ട്സ് അവിടെ നിൽപ്പുണ്ട്, വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അതെ, അതാണ് ഓട. ഓട ഇവിടെ കാണിക്കാം. ഇത് ഇപ്പം വെള്ളം ഇല്ലായിരുന്നു ഇവിടെ. ഓടയല്ല, തോട്. എന്താ നമ്മൾ എവിടാന്ന് പറ.
ഇൻട്രോ എടുത്തില്ല. ലുലു ഗൈസ്, ഞങ്ങൾ ലുലുവിലെത്തി. അതെ, ലുലു ഇത് കാണിക്കാം. നമ്മളങ്ങോട്ട് ഇറങ്ങുമ്പോൾ ലുലു കാണിക്കുന്നതാണ്. അതെ, ഞങ്ങളങ്ങനെ അവസാനം ലുലു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇനിയും അവിടെ ചെന്നിട്ട് ബാക്കി എക്സ്പീരിയൻസ് പറയാം. ഇപ്പം ഇറങ്ങും നടത്തില്ല. ഇപ്പം സമയം 6:05 ചെന്നിട്ട് വരാം. ഓ ഗൈസ്, ഞങ്ങളപ്പോൾ ഇവിടെ എത്തി കേട്ടോ. എല്ലാവരും നോക്കുന്നു. നല്ല തലവേദന. എൻ്റെ ബ്ലോഗ് പാർട്ട്നേഴ്സ് ഹലോ ഗൈസ്, എല്ലാവരും നോക്കുന്നു. എല്ലാവരും എത്തി. ഇതെല്ലാവരും നോക്കും. ഞങ്ങളങ്ങനെ ട്രിവാൻഡ്രം ലുലുവിലെത്തിയിരിക്കുകയാണ്. കുഴപ്പമില്ല, ഞങ്ങൾ വന്നതേ ഉള്ളൂ. അപ്പോൾ എൻജോയ് ചെയ്തിട്ട് വരാം. അടിച്ചു പൊളിഞ്ഞാണ്. നിനക്കിത് വേണോ? ഇത് എന്ത് സംഭവം എന്തായിരുന്നു? ഇതോ ഇത് ഇരുന്നിട്ട് മറ്റേ നിറങ്ങത്തില്ല, കാല് വയ്യാത്തവർക്ക്. ഇത് സ്റ്റെൻഡൊക്കെ ഇതിന് എത്ര രൂപയാ? റാലി കാറ്. നല്ല കാറ്. കണ്ടില്ലേ? ഓ, ഇതും കൊള്ളാം. ഇതെങ്ങനെയുണ്ട്? ഗൈസ്, ഇവിടെ കുറേ കടകളുണ്ട്. ഞങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ആര്യയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. നല്ലത് കിട്ടിയാൽ ഞങ്ങൾ വാങ്ങും. അവർക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം എന്നായിരുന്നു. പക്ഷെ അവിടെ ചെറുതായിട്ടൊന്ന് ഇറങ്ങി വന്നാലും ഞങ്ങൾ തപ്പത്തല്ലേ. അപ്പം ഞങ്ങൾ അറിയാതെ പഠിക്കും. അതെ, അപ്പം ഞങ്ങൾ നോക്കിയിട്ട് വരാം. അപ്പം ഗൈസ്, എന്താണ് എല്ലാവരും നോക്കി ചിരിക്കുന്നു? അതെ, വളർന്നു വരുന്ന യൂട്യൂബർ ആയതുകൊണ്ട് ആർക്കും എന്നെ അറിയത്തില്ല. ഒരു 5 വർഷം കഴിയുമ്പോൾ അറിയപ്പെടുമായിരിക്കും. 4 വർഷം കഴിയുമ്പോൾ എൻ്റെ കുറച്ച് ആയിപ്പെടും. അപ്പം എല്ലാവരും സെൽഫി എടുക്കും അല്ലേ? നമുക്ക് പൊന്നാവട്ടെ. അത് തന്നെ. അപ്പം പൂച്ചയല്ല നമുക്ക് മാറ്റി കൊടുക്കാം. അതെ ഗൈസ്, ഇവർക്ക് എന്നോട് ഭയങ്കര പുച്ഛമാണ്. പക്ഷെ എനിക്ക് വ്ളോഗിങ് ഇഷ്ടമാണ്. അതെ, നമ്മൾ അതിലൂടെ വളരും. അതെ, വളർന്നിരിക്കും. പന്തലിക്കും. ഞങ്ങളൊക്കെ ബാക്കി നോക്കട്ടെ. ഇവിടെ നല്ല നല്ല സാധനങ്ങളുണ്ട്, നോക്കിയിട്ട് പറയാം. ഹായ് ഗൈസ്. ഗൈസ്, ലുലു ഇഷ്ടപ്പെട്ടോ? ലുലു ഇഷ്ടപ്പെട്ടോ? ഫ്രണ്ട്സിൻ്റെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വേറൊരു വൈബാണ്. നമ്മൾ അടിച്ചു വിളിക്കാം. സോ ഹാപ്പി. നമുക്ക് നോക്കാം അവന്മാരെവിടെ പോയിട്ടുണ്ട്. വരുന്നുണ്ട്. അത് കാണിക്കൂ കേട്ടോ. ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഗിഫ്റ്റ് നല്ല രസമുണ്ട്. പക്ഷേ അത് ഇതിനെ കുറിച്ച് അറിയാത്തോണ്ട് ആദ്യമായിട്ടാണ് എനിക്ക് ഇതുപോലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ. മെമ്മറി ഇല്ലേ? മെമ്മറി വീഡിയോ ഉൾപ്പെടെ കിടപ്പുണ്ട്. പക്ഷെ പേ ചെയ്യുന്ന ഞാൻ എടുക്കാൻ മറന്നുപോയി. പേ ഞാൻ തന്നെ ചെയ്തു. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ പൈസ കൊണ്ട് സെൽഫ് ഗിഫ്റ്റ് കൊടുക്കുന്ന ഇപ്പൊ ഒരു ഇതാണ്. നമുക്ക് അത്യാവശ്യമാണ്, ട്രെൻഡാണ്, അത്യാവശ്യമാണ്. കഴിക്കുന്ന സ്ഥലം കണ്ടൂറയോ? കഴിക്കുന്നതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഗൈസ്, ഞങ്ങളിപ്പോൾ ഫുഡ് കോർട്ടിലെത്തി. എന്തെങ്കിലും കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്തെങ്കിലും കുടിച്ചാലോ? അവന്മാര് വരുന്നുണ്ട്. പ്രശ്നം വാങ്ങോ? നിങ്ങൾ കുടിച്ചു നോക്ക്. മിന്ന ഗൈസ്, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എന്തൊക്കെ സൗണ്ട്? നമ്മൾ ഇറങ്ങി വന്നോടി. ഇവിടെ എന്തൊക്കെ അപശബ്ദങ്ങൾ കേൾക്കുന്നു ഗൈസ്. ഞങ്ങള് അവന്മാര് ഗെയിം കളിക്കാൻ പോയി. ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും ഇഷ്ടപ്പെടാത്തോണ്ട് കയറിയില്ല. അതെ, ഈ സൗണ്ട് കേട്ടിട്ട് കളിക്കാൻ തോന്നുന്നില്ല. ഞങ്ങൾ പോസ്റ്റാ നോക്കിയിട്ട് വരാം. മിനീസായപ്പോൾ എല്ലാവരും സ്റ്റക്കായി പോയി. 150 രൂപ. ഈ സാധനത്തിന് 100 രൂപയാണ്. 100 രൂപ. അതില്ല, നല്ല സാധനം ഉണ്ട്. ഇതിനാണെങ്കിൽ 150 രൂപയാണ്. വെറും 150 രൂപ. കമ്മലിന് എത്രയാണ്? അതിന് 100 രൂപ. അതെ, 100. എൻ്റെ കേസ് തെറ്റി. അതെ, ഇവിടൊക്കെ എല്ലാം അറിയാം. ഞാനെല്ലാം പറയുന്നു.
കള്ളി. ഫേസ് വാഷ് ഒക്കെ ഉണ്ട് ഗൈസ്, പക്ഷെ അത് ഓൾറെഡി ഞാൻ വാങ്ങി. ഗൈസ് ഞങ്ങളിപ്പം പാനിപ്പൂരി ഓർഡർ ചെയ്തു ഗൈസ് അല്ലേ? പാനിപ്പൂരി. അമൃത പാനിപ്പൂരിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? അമൃതയ്ക്ക് വളരെ നല്ല അഭിപ്രായമാണ്. അതെ, ഓർഡർ ചെയ്തിട്ടുണ്ട്. സംഭവം കത്തുമ്പോൾ പോയി വാങ്ങാം, കിട്ടുമ്പോൾ പോയി വാങ്ങാം. അമ്മമാര് ഗെയിം കളിക്കാൻ പോയപ്പം ഞങ്ങൾ ഫുഡ് അടിക്കാൻ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് ഇതാണ്. നോക്കാം, നീ ഉണ്ട് ഗൈസ്. ജെറിൻ ഇപ്പം അമൃതയാണല്ലോ. വരുന്നുണ്ട് ഗൈസ്. അതെ, പാനിപ്പൂരി എത്തി. കഴിക്കും ഞാൻ. അപ്പോഴത്തേക്ക് റിയാക്ഷൻ. ചാട്ടെല്ലാം വെളിയിൽ പോയല്ലോ. വെച്ചോ, നോക്കിക്കിട്ടുന്നു. കുറച്ച് മതി. പൊളിയായിരിക്കും ഇതിന്. ഹൈടെക് പാനിപ്പൂരിയാണ്. ഹൈടെക് പാനിപ്പൂരി കുറച്ച് മതി എനിക്ക്. ഓരോന്നായിട്ട് എന്താ റിയാക്ഷൻ വീഡിയോ എടുക്കട്ടെ. സമയം കൊള്ളാമല്ലേ? പക്ഷേ തീർന്നു. 60 മടുപ്പാ. അതെ, ഇച്ചിരി കോസ്റ്റ്ലി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ മോദ ക്ഷീണം. ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ടില്ല ഗൈസ്. പണിയെടുത്ത് നടന്നു വന്നു. ഇനി അടുത്ത സ്കൂളിലോട്ട് പോവാം. മറ്റേ അപ്പുറത്ത് ചെമ്പൻ കഴിഞ്ഞു. നീ ഉണ്ടോ? കളിക്കുന്നുണ്ടോ? കഴിഞ്ഞോ? ഞാൻ. നീ കളിച്ചില്ലേടാ? കണ്ട വീഡിയോസ് ഞാൻ തരാവേ. ഓക്കെ. സൗണ്ട് തുറന്നോ. ആര്യയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. എന്താണ് തുറക്കാത്ത? അപ്പൊ കഴിച്ചിട്ട് വരാം ഗൈസ്, വിശക്കുന്നു. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഇതൊക്കെ ഉണ്ട് ക്രിസ്പി ചിക്കൻ. എടുക്കാം, കഴിച്ചിട്ട് വരാം. നാളെ വ്ളോഗ് വരും. ബർത്ത്ഡേ ഗിഫ്റ്റ് പിടിച്ചോ നോക്കിക്കോ. കുറച്ച് ഓവറായിട്ട് ഇട്ടോ എക്സ്പ്രഷൻ. പാട്സായോ? കാണിക്കൂ. അവക്ക് എക്സ്പ്രഷൻ വരാറില്ല, അതാണ്. പക്ഷെ ഇഷ്ടപ്പെട്ടോ? അതറിയാം. അപ്പൊ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ലുലുമാളിലെ ഷോപ്പിംഗ് കഴിഞ്ഞു. ബൈ. യെസ്. ഇപ്പൊ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ മുമ്പേ കൺക്ലൂഷൻ എടുത്തായിരുന്നു.
പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ മുട്ടി. നല്ല വ്ളോഗ് എടുക്കാൻ തോന്നി. റീലിടാൻ ബാക്കി കേട്ടോ നമ്മുടെ ഫോൺ ഇത് നമ്മുടെ സെക്യൂരിറ്റിയാ. അവനെ കാണിക്കും. മുന്നപ്പേ അവൻ സെക്യൂരിറ്റി, അവനാണ് ഞങ്ങളെ നോക്കുന്നത്. പുറകിൽ അവന്മാരുണ്ട് കേട്ടോ. അതന്നെ ഞങ്ങൾ നോക്കണം. അപ്പോഴാ അപ്പൊ ഗൈസ് ബാക്കി വ്ളോഗായിട്ട് പിന്നെ വരാം. ഇന്നത്തെ വ്ളോഗ് ഇത്ര ഉള്ളൂ. ബൈ. വീട്ടിൽ പോകാൻ നോക്കട്ടെ.